Hi, I'm Shamir. Welcome back. Learn English through reading newspapers. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ഫയർ ബ്രേക്സ് ഔട്ട്. ഫയർ എന്നാൽ തീ, ബ്രേക്ക് ഔട്ട് എന്നാൽ ആരംഭിക്കുക എന്നുള്ള അർത്ഥം, പെട്ടെന്ന് ആരംഭിക്കുക. ഫയർ ബ്രേക്സ് ഔട്ട് ഇതിനർത്ഥം തീപിടുത്തമുണ്ടായി എന്നുള്ള അർത്ഥമാണ്, തീ പിടിച്ചു. ഇൻ വേക്കൻറ്റ് ഫ്ലാറ്റ്, വേക്കൻറ്റ് എന്നുള്ള അർത്ഥം ഒഴിഞ്ഞു കിടക്കുന്ന എന്നുള്ള അർത്ഥം. വേക്കൻറ്റ് ഫ്ലാറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റ്, ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റിന് തീ പിടിച്ചു. അറ്റ് കൊച്ചി നേവൽ ക്വാർട്ടേഴ്സ്, നേവൽ എന്നാൽ നാവികമായ എന്നുള്ള അർത്ഥമാണ്. കപ്പലുകളെയോ കപ്പൽ പടയെയോ സംബന്ധിച്ച ഇതൊക്കെയാണ് അർത്ഥം, നാവിക സംബന്ധമായ. കൊച്ചിയിലെ നാവികസേനാ ക്വാർട്ടേഴ്സിലെ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റിന് തീ പിടിച്ചു. നോ കാഷ്വാലിറ്റീസ്, ആളപായമില്ല. കാഷ്വാലിറ്റി എന്നാൽ അത്യാഹിതം, ദുരന്തം. നോ കാഷ്വാലിറ്റീസ്, അത്യാഹിതങ്ങൾ ഇല്ല, അപകടങ്ങളില്ല. കൊച്ചി ജൂലൈ 30. എ ഫയർ ബ്രോക്ക് ഔട്ട്, ഒരു തീപിടുത്തമുണ്ടായി. ഇൻ ആൻ അനോക്യുപ്പൈഡ് ഫ്ലാറ്റ്, അനോക്യുപ്പൈഡ് എന്നാൽ ആൾ താമസമില്ലാത്ത എന്നുള്ള അർത്ഥം, ശൂന്യമായ. അറ്റ് എ നേവൽ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് ഹിയർ ഓൺ തേഴ്സ്ഡേ, നാവികസേനയുടെ താമസത്തിനായുള്ള അപ്പാർട്ട്മെൻറ്റ് സമുച്ചയം, നേവൽ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ്. ഓൺ തേഴ്സ്ഡേ, വ്യാഴാഴ്ചയാണ് തീപിടുത്തമുണ്ടായത്. അത് വാസ് ബ്രോട്ട് അണ്ടർ കൺട്രോൾ സ്വിഫ്റ്റ്ലി. സ്വിഫ്റ്റ്ലി എന്നാൽ വേഗത്തിൽ എന്നുള്ള അർത്ഥമാണ്, പെട്ടെന്ന് അത് നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. ബ്രോട്ട് അണ്ടർ കൺട്രോൾ, നിയന്ത്രണ വിധേയമാക്കി. വിത്ത് നോ ഇഞ്ചുറീസ് ഓർ കാഷ്വാലിറ്റീസ് റിപ്പോർട്ടഡ്, പരിക്കുകളും അത്യാഹിതങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വ്യാഴാഴ്ച നാവികസേനയുടെ താമസത്തിനായുള്ള അപ്പാർട്ട്മെൻറ്റ് സമുച്ചയത്തിൽ ഒരു ഫ്ലാറ്റിൽ തീപിടുത്തമുണ്ടായി. തീ വേഗത്തിൽ നിയന്ത്രണ വിധേയമാക്കി. ആ ഫ്ലാറ്റ് ആൾതാമസമില്ലാത്ത ഫ്ലാറ്റായിരുന്നു. ഇതിൽ തീപിടുത്തമുണ്ടായി. തീ പെട്ടെന്ന് വേഗത്തിൽ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കേൽക്കുകയോ ആളപായം സംഭവിക്കുകയോ ചെയ്തിട്ടില്ല. അക്കോർഡിംഗ് ടു ഡിഫൻസ് റിലീസ്, ഡിഫൻസ് എന്നാൽ പ്രതിരോധം, അക്കോർഡിംഗ് ടു എന്നാൽ അത് പ്രകാരം. അക്കോർഡിംഗ് ടു ഡിഫൻസ് റിലീസ്, പ്രതിരോധ വകുപ്പിൻ്റെ അറിയിപ്പ് പ്രകാരം, അവരുടെ വിവരമനുസരിച്ച്. ദ ഫയർ വാസ് റിപ്പോർട്ടഡ്, തീപിടുത്തം റിപ്പോർട്ട് ചെയ്തു. അറ്റ് അറൗണ്ട് 4:30 PM, ഏകദേശം 4:30 മണി സമയത്ത്. ഇൻ എ വേക്കൻറ്റ് ഫ്ലാറ്റ്, ഒരു ആളൊഴിഞ്ഞ ഫ്ലാറ്റിൽ. ഓൺ ദ 10th floor, 10ാമത്തെ നിലയിൽ. ഓഫ് ഫെർസൺസ് അപ്പാർട്ട്മെൻറ്റ് ഓൺ എസ്.ടി. ബെനഡിക്ട് റോഡ് ഇൻ കച്ചേരിപ്പടി. പ്രതിരോധ വകുപ്പിൻ്റെ അറിയിപ്പ് പ്രകാരം കച്ചേരിപ്പടിയിലെ സെൻറ്റ് ബെനഡിക്ട് റോഡിലുള്ള ഫെർസൺസ് അപ്പാർട്ട്മെൻറ്റിൻ്റെ 10ാം നിലയിലെ ഒഴിഞ്ഞുകിടന്ന ഫ്ലാറ്റിൽ വൈകിട്ട് ഏകദേശം 4:30 മണിയോടെയാണ് തീപിടുത്തം റിപ്പോർട്ട് ചെയ്തത്. ഓൺ റിസീവിംഗ് ദി ഇൻഫർമേഷൻ, വിവരം ലഭിച്ചയുടൻ. പേഴ്സണൽ എന്നാൽ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ. ഫ്രം ദ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ. ക്ലബ് റോഡ് ഫയർ സ്റ്റേഷൻ, ഇവിടെയുള്ള സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ. റഷ് ടു ദ സ്പോട്ട് എന്നാൽ സംഭവസ്ഥലം. റഷ് ടു ദ സ്പോട്ട്, സംഭവസ്ഥലത്തേക്ക് പെട്ടെന്ന് എത്തി. ആൻഡ് ലോഞ്ച്ഡ്, പെട്ടെന്ന് എത്തി, ആരംഭിച്ചു. ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻസ്, ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻസ് എന്നാൽ തീ അണയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ. വിവരം ലഭിച്ചയുടൻ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ ക്ലബ് റോഡ് ഫയർ സ്റ്റേഷനിലെ ജീവനക്കാർ സംഭവസ്ഥലത്തേക്ക് പെട്ടെന്ന് എത്തുകയും തീ അണയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ദ ഫയർ വാസ് ബ്രോട്ട് അണ്ടർ കൺട്രോൾ, ആ തീ നിയന്ത്രണ വിധേയമാക്കി. ബ്രോട്ട് അണ്ടർ കൺട്രോൾ, നിയന്ത്രണ വിധേയമാക്കി. സ്വിഫ്റ്റ്ലി, വേഗത്തിൽ. ത്രൂ, മാർഗത്തിലൂടെ. ത്രൂ ദ കോർഡിനേറ്റഡ് എഫേർട്സ്, കോർഡിനേറ്റഡ് എന്നാൽ കൂട്ടിച്ചേർത്ത, ഏകോപിപ്പിച്ച, ഇതൊക്കെയാണ് അർത്ഥം. കോർഡിനേറ്റഡ് എഫേർട്സ്, ഏകോപിപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഒന്നിച്ചുള്ള, യോഗോപിച്ചുള്ള പ്രവർത്തനങ്ങൾ, അതാണ് കോർഡിനേറ്റഡ് എഫേർട്സ്. കോർഡിനേറ്റഡ് എഫേർട്സ് ഓഫ് ദ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ക്ലബ് റോഡ് ഫയർ സ്റ്റേഷൻ.
അസിസ്റ്റഡ് ബൈ എന്നാൽ സഹായത്തോടെ, ബൈ ദ ഫയർ ഫൈറ്റിംഗ് ടീംസ് ഓഫ് INS വെന്തുരുത്തി ആൻഡ് INS ഗരുഡ പ്രിവെൻറ്റിംഗ് ഇറ്റ് ഫ്രം സ്പ്രെഡിംഗ് ഫെർദർ ദ റിലീസ്ഡ്. പ്രിവെൻറ്റ് എന്നാൽ തടയുക, പ്രിവെൻറ്റിംഗ് ഇറ്റ് ഫ്രം സ്പ്രെഡിംഗ് ഫെർദർ എന്നാൽ കൂടുതൽ, സ്പ്രെഡിംഗ് എന്നാൽ പടരൽ. പ്രിവെൻറ്റിംഗ് ഇറ്റ് ഫ്രം സ്പ്രെഡിംഗ് ഫെർദർ തീ കൂടുതൽ പടരുന്നത് തടഞ്ഞുകൊണ്ട്. റിലീസ്ഡ് എന്നാൽ അറിയിപ്പിൽ പറഞ്ഞു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെയും ക്ലബ് റോഡ് ഫയർ സ്റ്റേഷൻ്റെയും ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ തീ വേഗത്തിൽ നിയന്ത്രണ വിധേയമാക്കി. INS വെണ്ടുരുത്തിയിലെയും INS ഗരുഡിയിലെയും അഗ്നിശമന സേനാംഗങ്ങളുടെ സഹായത്തോടെയാണ് ഇത് സാധ്യമായത്. തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടയാനും കഴിഞ്ഞു എന്ന് അറിയിപ്പിൽ പറഞ്ഞു. നോ ഇഞ്ചുറീസ് ഓർ കാഷ്വാലിറ്റീസ് ഹാവ് ബീൻ റിപ്പോർട്ടഡ്, ഇറ്റ് ആഡഡ്. ആർക്കും പരിക്കേറ്റതായോ ആളപായം ഉണ്ടായതായോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ആ അറിയിപ്പിൽ അറിയിച്ചു. ഇറ്റ് ആഡഡ് എന്നാൽ ചേർത്ത് പറഞ്ഞു. ആ റിപ്പോർട്ടിൽ ഇതും പറഞ്ഞു. ദി ഇൻസിഡൻറ്റ് ഈ സംഭവം. ദി ഇൻസിഡൻറ്റ് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ഈ സംഭവം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ കോസ് ഓഫ് ദ ഫയർ കോസ് എന്നാൽ കാരണം. ആൻഡ് ദ കോസ് ഓഫ് ദ ഫയർ ഈ തീപിടുത്തത്തിൻ്റെ കാരണം വിൽ ബി ആസറ്റൈൻഡ്. ആസറ്റൈൻ എന്നാൽ നിജപ്പെടുത്തുക, നിശ്ചയം വരുത്തുക, ഇതൊക്കെയാണ് അർത്ഥം. വിൽ ബി ആസറ്റൈൻഡ് എന്നാൽ നിജപ്പെടുത്തും, അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തും. ആഫ്റ്റർ അതിന് ശേഷം. ആഫ്റ്റർ ദ കംപ്ലീഷൻ എന്നാൽ പൂർത്തീകരണം എന്നുള്ള അർത്ഥമാണ്. പൂർത്തീകരണത്തിന് ശേഷം. ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ദി എൻക്വയറി അന്വേഷണത്തിന് ശേഷം, അന്വേഷണത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം ഈ തീപിടുത്തത്തിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തും, അത് നിജപ്പെടുത്തും. ദ റിലീസ്ഡ് ആ കുറിപ്പിൽ ആ റിപ്പോർട്ടിൽ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം പൂർത്തിയായതിനു ശേഷം തീപിടുത്തത്തിൻ്റെ കാരണം കണ്ടെത്തുമെന്ന് അറിയിപ്പിൽ പറഞ്ഞു.